ക്യാമറ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചിലവരൊക്കെ അതിലൊക്കെ ആവും. അപ്പൊ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടി തീർന്നാ വംശനാശം. സിംഹവാലം കുരങ്ങ മാറി അവന് ആദ്യം ആക്ടറായൊരു ബോളാണ് നമ്മങ്ങനെ കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. എന്ത് ഫോട്ടോ അല്ല അത് നമ്മുടെ ഒരു സ്റ്റുഡിയോ പോണം. എന്നിട്ട് ഞാൻ ആകെ ഇംപ്രസ്ഡ് ആയി. ഒരു ഈമാൻ അവിടെ ഇരുന്നോട്ടെ. ആ 2 ഈമാൻ. നമ്മൾ മൂന്നാറോണ ന്യൂ ഇയറിന് തലേന്ന് ഞാൻ ഓർക്കുന്നു. ആക്ച്വലി നമ്മൾ ഡ്രസ് എടുത്തില്ല കേട്ടോ, അത് പറയുന്നുള്ളൂ. പ്ലാസ്റ്റിക് നമ്മൾ കഴിക്കും. പിന്നെ തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. കൈപ്പോ പിന്നെ മാത്രം കൊക്കോള മുക്കി കഴിച്ചാൽ മതി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അങ്ങനെ മറ്റൊരു വ്ളോഗുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ ഞാനിപ്പോ അതേന്ന് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ വീണ്ടും നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കാലുകുത്തിയിരിക്കുകയാണ്. അപ്പോ ഞാനും എന്റെ അനിയനും ഉണ്ട്, അവനാണ് ക്യാമറ എടുക്കുന്നത്. അപ്പൊ ഇന്ന് അവന്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പൊ നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ആസ് യൂഷ്വൽ കൊച്ചിയിലെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ആളുകളുടെ അഭ്യാസകരമായിട്ടുള്ള വണ്ടി ഓടിക്കലും നമ്മളും ഒക്കെ അതിൽപ്പെടും. കാരണം ഇവിടെ സർക്കസ് കളിച്ചാലാണ് നമ്മുടെ കൊച്ചിയിൽ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒരച്ചിലുകളും കാര്യങ്ങളൊക്കെ വരും. കാര്യമാക്കണ്ട, കൊച്ചി ആയതുകൊണ്ടാണ്. അത് കുറച്ച് ആളയുമ്പോൾ ശീലമായിക്കോളും. ആദ്യമൊക്കെ എനിക്കും കുറച്ച് വിഷമമായിരുന്നു വണ്ടിയും അവരുടെയൊക്കെ തട്ടുമ്പോൾ. ഇപ്പൊ അത് പൂർത്തിയായി. ഷോർട്ട് കട്ടുകൾ എടുക്കുമ്പോൾ ഈ മിററിലേക്ക് ഒരു തട്ടി കിട്ടിയില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് നേരെ 2 പേര് മാത്രമല്ല, നമ്മൾ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഈമാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബ്ലോഗിൽ കണ്ടപോലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയുണ്ട്? കഴിച്ചു പറ. കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. നമ്മളിപ്പോ നേരെ ഈമാനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പൊ ഈമാനെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് പിന്നെ കാണാം. ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ അവിടെ തരാം. കാരണം ആക്ച്വലി നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചുറ്റി ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ നമുക്ക് ഈമാൻ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി എൻജോയ്മെന്റ് വരും പ്രതീക്ഷിക്കുന്നു. ബർത്ത്ഡേ പോയിനെ കണ്ടോ? കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ല കേട്ടോ. അപ്പൊ ടൈം അത്യാവശ്യം വൈകി. ഞാൻ 5:30 തൊട്ട് ഏകദേശം 5:50 എറണാകുളത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് തെറിയേക്കാം. റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വൈറ്റ്ല പാലം. വൈറ്റ്ല പാലം നിങ്ങൾ കാണുന്നില്ലേ? വൈറ്റ്ല പാലം കാണണം. വൈറ്റ്ല പാലത്തിലൂടെ നമ്മൾ മന്ദം മന്ദം ക്ഷമയെല്ലാം കയ്യിൽ പിടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഗ്ലാസിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് എന്താ പറയാ, വേറൊരു ഫീലാണ് കണ്ണിന് കുറച്ച് ഒരു ബ്രൗണിഷ് പരിപാടി വരും, ബ്രൗണിഷ് ടോൺ വരും. അത് ഇനി ഇത് ഊരി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണിന് കാഴ്ച വെച്ചത് അടിപൊളിയാണ്. അപ്പൊ വെയിലില്ല, എന്നാലും ഇത് വേറെ എന്റെ ഗ്ലാസ് പൊട്ടിപ്പോയതുകൊണ്ട് തലക്കാലം ഷോക്ക് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല. ബട്ട് എന്റെ ഫാമിലിയിൽ നിങ്ങൾ അംഗമാവുക. കാരണം ഇതിൽ ഞാൻ അങ്ങനെ എന്താ പറയാ, നമുക്ക് കാണുമ്പോൾ ആശ്വാസകരമാവാൻ വേണ്ടിയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഷോർട്സ് ചെയ്യുന്നത് മോട്ടിവേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ലിഫ്റ്റിംഗ് കണ്ടന്റുകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതിൽ ഭാഗമാവാം. നിങ്ങളും ഇതിൽ ചേരുക, എന്റെ ഫാമിലിയിൽ അംഗമാവുക. ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ അതേപോലെ തന്നെ എന്റെ പുതിയ യെല്ലോ ഷർട്ടാണ്. അപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാളായി. ബട്ട് ഇന്നാണ് എൻ്റെ ഒരു അവസരം കിട്ടിയത്. അപ്പൊ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് മഞ്ഞ പേഴ്സണലി അനിയത്തി കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇഷ്ടമായി, പേഴ്സണലി എനിക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ കളർ വാങ്ങിച്ചത്. ഞാൻ അങ്ങനെ യെല്ലോ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഗ്രോ ചെയ്തതിനു ശേഷം ഞാൻ അങ്ങനെ യെല്ലോ ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് വണ്ടിയിൽ നിന്ന് അങ്ങനെ കിട്ടൂല അല്ലേ? കിട്ടോ? കിട്ടണ്ട? കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സമ്പാദ്യമില്ലാത്ത ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ 1930 ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. എന്തായിരിക്കും? ഫോൺ എടുക്കുന്നില്ലല്ലോ ഗൈസ്. ഹലോ, എവിടെ? Come on.
ഓക്കെ ബൈ. എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഫോട്ടോ ഉണ്ട്, അത് എന്റെ ഫോട്ടോ ആണ്. അല്ല, അത് നമ്മുടെ ഒരു സീന്. ഇവന് ആ ഫോട്ടോ എടുത്തത് അമ്മേ ഞാൻ പറഞ്ഞ തമാശ. ലിറ്ററലി ഞാൻ ആകെ ആദം വേണം ഇങ്ങനെ ക്യാമറ പറയാൻ പറ്റില്ല. ആദമില്ല, ഞാൻ അത്രയും നേരം കണ്ട ആദമല്ല, ജസ്റ്റ് അത് മാറി. അവന് ആദം ആക്ടറായ ഞാൻ ആകെ ഇംപ്രസ്ഡ് ആയി. അതെന്തുകൊണ്ടാണ് ഇത് റിയൽ ആക്ടർ ആയതെന്ന് അവന്റെ അക്കൗണ്ടിന് പേര് അങ്ങനെ. അതെ അതെ അതെ. അല്ല, ഞാൻ ആകെ അത് കോമഡി അല്ല കേട്ടോ. ഞാൻ ആകെ എന്നിട്ട് ഇവൻ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു. അതൊരു റിയൽ അഭിനയമായിരുന്നു. അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ സൂര്യമാനസപുത്രികാരെ കണ്ട സീരിയലൊക്കെ ഉണ്ടായല്ലോ. ഒന്നുമില്ല, എനിക്ക് അഭിനയം വരുന്നില്ല മുഖത്ത്, എനിക്ക് ഒന്നും വരുന്നില്ല. അപ്പോഴാ ഞാൻ മനസ്സിലായത് സീനാണ്, അത് കഴിവാണ്, കഴിവേറിയാണ് അവൻ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാൻ എന്താ? കഥകൾ കേട്ടില്ലേ ഞങ്ങള്? സ്റ്റുഡിയോ പോണം, എന്നിട്ട് ഡ്രസ് എടുക്കണം. സ്റ്റുഡിയോ പോണം, ബർത്ത്ഡേ ബോയ്ക്ക് ഡ്രസ് എടുത്ത് കൊടുക്കണം. ആൻഡ് അല്ല, വേറൊരു കാര്യമുണ്ട്. നമ്മൾ കറക്റ്റ് സ്റ്റുഡിയോയിൽ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവൾ ആ ഒരു സ്പേസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടോട്ടലി ഞങ്ങളുടെ ക്യാരക്ടറിൽ നിന്ന് ഞങ്ങൾ പോകും. ഞങ്ങളൊരു ബാധ പിടിച്ച പോലെയാണ്. പിന്നെ മണ്ടത്തരങ്ങൾ മാത്രമേ ഇതിന് സംഭവിക്കുള്ളൂ. അവിടെ അപ്പൊ നമുക്ക് കളഞ്ഞ് ഇനിയിപ്പൊ പറഞ്ഞ ഇനി എന്ത് സർപ്രൈസ് ഒക്കെ പൊളിച്ച്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ സ്റ്റുഡിയോയിൽ കയറി നമ്മൾ അതിനുശേഷം നമുക്ക് ഫോറം പിടിക്കാം. കുറച്ച് റീലുകൾ, കുറച്ചധികം ഫോട്ടോകൾ. ഇന്നലെ രണ്ടുപേരും സെയിം കളർ മാച്ചിങ് ഡ്രസ് ഒക്കെ ഇട്ട് വന്നതാണ്. പക്ഷെ അത് പർദ്ദയായതുകൊണ്ട് ഇന്ന് ബട്ട് ഇവര് രണ്ടാളും മാച്ചിങ് ആയിരുന്നു. തസ്ബിയ കുറച്ച് കുഴപ്പമില്ല. ഒരു ഈമാൻ അവിടെ ഇരുന്നോട്ടെ. ആ, 2 ഈമാൻ. അല്ല, ഒരു ഈമാൻ ഓൾറെഡി ഉണ്ട്. അപ്പോ നമുക്ക് നേരെ ഈ സ്റ്റുഡിയോയിലോട്ട് വിടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ ചെയ്ത് വെച്ചോ? സാധാരണ പ്ലാൻ ചെയ്യണമെന്നൊക്കെ അടപടലം ഫ്ലോപ്പ് ആവാറ പതിവ്. എങ്കിലും ഫ്ലോപ്പ് ആവാനായിട്ടൊരു പ്ലാൻ നമ്മൾ തീരുമാനിക്കാം. സ്റ്റുഡിയോ, ഡ്രസ്, ഫോറമിൽ നിന്ന് ഒരു 4-5 കണ്ടന്റുകൾ, ഫോട്ടോസ്. എന്താണ് കണ്ടന്റ്? എന്താണ് റീൽ എടുക്കാനാ? ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ, ഇതുകൂടി തീർന്ന വംശനാശം. സിനിമ കാണാനാ? ഫോറമിൽ ചെന്നൊരു 4-5 പരിപാടികൾ നമ്മൾ ഫോറമിൽ സെറ്റ് ചെയ്യും. കഴിവേറികൾ കൂടുതലുള്ളത് കൊണ്ട്, കഴിവേറിയത് കൊണ്ടും അവര് പുറത്താക്കിയില്ലെങ്കിൽ ഞങ്ങൾ അതെ, രണ്ടുപേരും ഇൻട്രോവേർട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് സംസാരിച്ച ഫ്ലോയില് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. മനസ്സിലായ? അല്ലെങ്കിൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചിലവരൊക്കെ അതിലൊക്കെ ആവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്ട്രൈറ്റ് വന്ന് വിടാം. ഓക്കെ, നീ എന്നൊന്ന് വന്ന് കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഫോറം അതെ നമുക്ക് യോഗമുണ്ട്. അപ്പൊ ഞങ്ങളങ്ങനെ അല്ല, ഞങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ്. ഞങ്ങൾ ഫോറം മാൾ വെൽക്കം ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഫോറം മാളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾക്ക് അധികം ചുറ്റേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടർലാ ഡ്രൈവിന് പോവാറുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് ഇറ്റ്. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങി ഒന്ന് കേറാം. അപ്പൊ കുറച്ചുകൂടി വിളിച്ചു, അപ്പൊ കുറച്ചുകൂടി ഭംഗി. ഓക്കെ, ഇങ്ങനെ മണ്ടത്തരങ്ങളുടെ ഒരു പറ്റം ആളുകൾ ഹാഫിസ് ഉക്രൈനിലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഉസ്ബെക്കിൽ പോയി. പക്ഷെ അന്നത്തെ
ഡിഗ്രി ഇപ്പൊ നിലവായി പഠിച്ചോ പഠിക്കാനോ നോ വഴി ഈ മോളൻട്രീന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇത് മൊത്തം നടത്തിക്കില്ലാണല്ലോ. ഇതൊന്നും നടക്കാത്ത ആൾക്കാരല്ല. ഞാൻ പിന്നെ ഇന്നലെ അത്യാവശ്യം കുറച്ച് നടത്തിച്ച് പിള്ളേരെല്ലാം നടക്കട്ടെ. അങ്ങനെ മോളൻട്രി ഉണ്ട്. എന്താ പരിപാടി ഉണ്ട്? പ്ലാൻ പറയും. യെസ്, അറ്റ്ലാസ് എൻലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഈ ആംഗിൾ നല്ല ആംഗിളായിരിക്കും. നല്ല പോലെ ഇതെന്തത് എന്റെ മുടിയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ വരും തോറും. വിളിച്ചില്ല എന്നൊന്നും ആരും പറയരുത്. ഇതെന്താ പുതപ്പിട്ട് നിൽക്കണ? ഇത് എപ്പോഴും എങ്ങനെയാ വീഡിയോ ഉടക്കി കഴിഞ്ഞാൽ അപ്പൊ ഒരുക്കും. അപ്പോ ഫസ്റ്റ് മാത്സിൽ കയറാം അല്ലെ? മാത്സിൽ കയറി പരതുന്നു. ഫൺ സിറ്റിയിൽ കയറിയാലോ? കുറച്ച് ഫണ്ണാവാം അല്ലെങ്കിൽ നമുക്ക് நீ ஒரு பொம்பளை ஒரு ஆம்பளை கிட்ட இந்த மாதிரி பேசுறதுக்கு உனக்கு அச்சம் இல்ல? നമുക്ക് ക്രോട്സ് വേർഡ് പിടിക്കാം. മാത്സ് പോയി. വാവ്, മീന ബസാർ. അതെന്താ മീന ബസാർ എന്ന് പേരെന്ന് പറയൂ? ബിക്കോസ് ഇറ്റ്സ് മീന ചേച്ചീസ്. ബാക്കി പറയാം. അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ആരംഭിക്കുകയാണ്. അല്ല അങ്ങനെയല്ല, കിട്ടിയാൽ മതി. ഓക്കെ, അതിന് നമുക്ക് കളക്ഷൻസ് ഒന്ന് ഒക്കെ കുറച്ച് കാണിക്കാം. നിങ്ങൾ ആ ടൈമിൽ നോക്കൂ. ഈമാൻ നോക്കിക്കൂ, ഞാൻ കവർ ചെയ്യട്ടെ. ആക്ച്വലി മാക്സിലുണ്ട് കേട്ടോ. ഞാനൊക്കെ എനിക്കെടുക്കാൻ വരുമ്പോൾ എനിക്ക് കിട്ടാറില്ല. പിന്നെ നമുക്ക് പിന്നെ അങ്ങനെ ഭയങ്കര ഇതൊന്നുമില്ല. ഏതെങ്കിലും എങ്ങനെ വന്നാലും ബ്ലാക്കോ അല്ലെങ്കിൽ എങ്ങനെ വന്നാലോ സാധനം അറ്റ് ദി എൻഡ് ഓഫ് ഒരു ബ്ലാക്ക് വൈറ്റ് കളിമേറെ സെലക്ഷൻസ് കാണട്ടെ. ഞാൻ നമ്മളില്ല ഈ റോഡിൽ. എങ്ങനെ ഇരിക്കണം? ഇത് നടപടിയാവുമെന്ന് വല്ല വിശ്വാസം ആർക്കെങ്കിലും ഉണ്ട്? നന്നാവും. മാക്സ് കഴിഞ്ഞു. ഇനി അടുത്ത ഷോപ്പായ നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറം മാളിലെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തയിലോട്ട് നമുക്ക് എച്ച്&എമ്മിലോട്ട് പോകാം അടുത്ത്. ഓക്കെ, ഹായ് ഗൈസ്, നമ്മളപ്പം ഡ്രസ്സിന്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ കയറി. നമ്മൾ മാക്സിൽ പോയി, പിന്നെ H&M പോയി. നമുക്ക് അവിടെ നിന്നൊന്നും സാധനം കിട്ടിയില്ല. അപ്പോൾ വി തോട്ട് ദാറ്റ് നമുക്ക് എന്താ ഫുഡ് കഴിക്കാം. സോ നമ്മൾ KFC ഷർട്ടാണ് ആദം. അപ്പം നമ്മളോട് ഓർഡർ ചെയ്യുന്നുണ്ട്. ഞാനേ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മളെ ട്രാഷ് ഒക്കെ കളയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയൊരു ബോളാണ്. നമ്മങ്ങനെ കത്തുന്നില്ല. ആ യെസ്, ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പം ആരുതാണെന്ന് അറിയില്ല. അവിടെ തന്നെ വെക്കും ഞാൻ. അപ്പം ബാക്കി ഫുഡ് വന്ന് കാണാം. ഓക്കെ, ഹായ് ഗൈസ്, അങ്ങനെ KFC ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈമാനോട് ഇരുന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മെർക്കുറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. ഇതിന്റെ കോട്ടിങ് എന്താ? അവിടെ നമ്മളൊരു സാധനം ഇങ്ങനെ ഒരു ടാപ്പ് ഒരു ടാപ്പിൽ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു തരം സ്റ്റിക്കർ ഇല്ലേ? നമ്മൾ ടാപ്പിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബോർഡ് പോലെ അവിടെ. ആ, എന്നിട്ട് അത് എത്ര ഇങ്ങനെ ആക്കിയാലും ഇതാവൂല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരും. അതെന്താ നിങ്ങളൊന്ന് പറഞ്ഞുതരണം. അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. ചിലപ്പോൾ പറയുമ്പോൾ അറിയാമായിരിക്കും, ഓർമ്മ വരുമായിരിക്കും. അതാണ് ഫാഷൻ എടുത്തിട്ട്. ബർത്ത്ഡേ പോയി കഴിക്കണം. ബർത്ത്ഡേ പോയി കഴിക്കുന്നത് നമ്മൾ ഇങ്ങനെ നിന്ന് ആസ്വദിക്കുക. ഇതിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഇനി ഫുഡ് ബ്ലോഗിംഗ് ഒന്നും ഉണ്ടാവില്ല. അവർ ആ കഴിക്കുന്ന പണി നല്ല മെയിനായിട്ട് വൃത്തിക്ക് ചെയ്യും. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ, ഞാനിത് കണ്ട് ആസ്വദിക്കാം. എങ്ങനെയുണ്ട്? കഴിക്കും. കഴിച്ചിട്ട് പറയൂ. KFCയിലെ ഒരു ഫ്രീ പ്രൊമോഷൻ തന്നെ നമുക്ക് കൊടുത്തേക്കാം. ഞാൻ മോനെ എങ്ങനെയുണ്ട്? എക്സ്പ്രഷൻ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയാം, എനിക്ക് KFCയിലെ ഫ്രൈസിനെക്കാളും ഇഷ്ടം എനിക്ക് മെട്ടിയുടെ ഫ്രൈസ്.
നിന്നോട് പച്ച മലയാളത്തിൽ ഞാൻ ചോദിച്ചില്ലേ? അതല്ല പ്രൈസ്. നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് തന്നാറോ? നമ്മൾ മൂന്നാറോണ ന്യൂ ഇയറിന് തലേന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ കഴിക്കട്ടെ. ബെറ്റർ പ്രൈസ് ഉള്ളത് ശരിയാ ശരിയാ, ഞാൻ കഴിക്കാത്തോണ്ട് ഞാൻ ഇപ്പൊ കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇന്നലെ വാ നമുക്ക് പ്രധാനപ്പെട്ട കഴിക്കലോട്ട് കിടക്കും. അങ്ങനെ ഇനി ഉച്ചക്ക് കഴിക്കണം എന്തായാലും ഞാനും തോന്നുന്നു. അതില്ല ഇടിപ്പ് പറഞ്ഞില്ല, ഇടിപ്പിന് അവരവിടെ തോന്നുന്നു ഇതുണ്ട്. പ്രിൻസിന്റെ ഫേവറേറ്റ് ആണ് ഗായ്സ്. എൻ്റെ ഉമ്മ വീട്ടിൽ എന്തെങ്കിലും ചിക്കൻ വെക്കുമ്പോൾ എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് പ്രിൻസ് മാറ്റി വിങ്സ് തരുത്തി തരുന്നു. ഈ രണ്ട് കൊണ്ട് കഴിക്കുന്ന സംഭവം അതില്ലാന്നല്ല പുറത്തു തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഫ്രീ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് അടിക്കാനുള്ള പ്രമോഷൻ. ഇനി അപ്രതയുണ്ട്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് നമ്മൾ തന്നെ ഇവിടെ ക്ലീൻ ചെയ്തു. നമ്മളോ? ഞാനാ ചെയ്തത്. എന്നാ നൂറുൽ ഈമാൻ ക്ലീൻ ചെയ്തു. ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഭയങ്കര അഭിമാന നിമിഷമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മീംസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ മീംസ് ചെയ്യാൻ ഉള്ള പ്ലാൻ സ്ക്രിപ്റ്റ് ഇല്ല. കാരണം ഇവിടെ ഒരാള് വന്നപ്പം മുതൽ എവിടെ നിന്നോ കളഞ്ഞു കിട്ടിയ ഒരു മെർക്കുറി ബോളുമായി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോ ഈ മെർക്കുറി ബോളിന്റെ മൂഡിലാണ് ആള്. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു മീംസ് പോയിട്ട് ഒരു തെങ്ങും നടക്കാനില്ല. കുറച്ചധികം നല്ല ഫോട്ടോസ് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഈ പിന്നെ അത് പറഞ്ഞ പോലെ ആക്ച്വലി നമ്മൾ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ, അത് പറയുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ബർത്ത്ഡേ പോയിക്ക് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. അതെ വണ്ടിയിൽ വെച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കല്യാണം 2 പെരുന്നാൾ അടുപ്പിച്ച് വന്നുകൊണ്ട് കുറച്ചധികം ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. ബട്ട് അവന് പറ്റിയത് അവന് കിട്ടിയില്ല. പിന്നെ അവൻ അങ്ങനെ ആക്ച്വലി ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഫുഡാണ് മെയിൻ, ഫുഡിന്റെ ആൾക്കാരാണ് ഫുഡിന്റെ ആൾക്കാർ. ഇവർ പെട്ടെന്ന് മാച്ചായി. ഐ എം ഓട്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൾ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മിക്കവാറും ചിലപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കായിരിക്കും. ഇവിടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫിന്റെ കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടറിയാം. ഗൈസ്, അങ്ങനെ ഇല തിന്നുന്ന ഈമാനെ നിങ്ങൾ ചില ആൾക്കാർ മാങ്ങയുടെ ഇല കഴിക്കും. മാങ്ങയുടെ കഴിക്കാറുണ്ട്. അതുപോലെ വിശക്കായ ഉണ്ടാവുന്ന ഇലകളുണ്ട്. അപ്പോ നീ ഒരു നാച്ചുറലി ഉള്ള അല്ല, ഗ്രേപ്സിനെല്ലാം കഴിക്കാറുണ്ട്. നമ്മൾ ടർക്കിയിലെ ആൾക്കാർ ഗ്രേപ്സിനെല്ലാം വെച്ചൊരു ഡിഷ് വരെ ഉണ്ടാക്കാറുണ്ട്. അതുണ്ട്. റൈസ് സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കൻസിക്കസ് ആണ് ആൾക്കാർക്ക് മനസ്സിലായി. ഇങ്ങനെ റോൾ ചെയ്തിട്ട് അവരത് ഇങ്ങനെ എങ്ങനെ നല്ലതാണത്ര അറിയില്ല. അതെ, അവൾക്കറിയില്ല. പക്ഷെ അവൾക്കെല്ലാം ട്രൈ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ പ്ലാസ്റ്റിക് ഇലയും നമ്മൾ കഴിക്കും. പിന്നെ ഇതേതല്ലേ, ഇത് ഒറിജിനൽ ഇലയാണ്. നാച്ചുറൽ ഇലയാണോ? ഇവർക്കറിയാം. ഇവർ 2 ആളാണ്. കഴിപ്പോ ഇലക്ക് പിന്നെ മധുരം. കൊക്കോക്കോള മുക്കി കഴിച്ചാൽ മതി.
അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കോപ്പിലൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അതെ, അതിമനോഹരമായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പല കോമിക് കഥാപാത്രങ്ങൾ കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, അതിനെ പോലും വെല്ലുന്ന എക്സ്പ്രഷനുമായി വൺസ് അഗൈൻ തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. അത് നാച്ചുറലി വരുന്നതാണ്. പക്ഷെ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു ട്രേഡ് മാർക്കും. നമ്മൾ എന്താ പറയാ, മാനസികമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഈമാനെ കാണുക, നാച്ചുറലി ഹീൽ ആവും. പോരെ? ആക്ച്വലി ഇത് തന്നെ ഞാൻ കാരണമാണ് ഈ വ്ളോഗ് റൺ ചെയ്യണത്. അതെ അതെ He's the plot hero, the birthday boy. അതെ. എന്ത് ബർത്ത്ഡേ ശരിയാട്ടോ, ഞാൻ മറന്നിരിക്കുന്നു. എന്താണ്? അതെ, അതിനി എന്തിനാ ഇവിടെ പറയണം? അതല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മള് ചെറുപ്പത്തിലെ നമ്മളെപ്പോഴും ഏജ് കൂട്ടി പറയും. പ്രായം കൂടുന്തോറും ഏജ് കുറയും. നീ ഇവിടെ ഇരിക്കും, നിന്നെ അവിടെ നിന്ന് കാണണില്ല. അവിടെ ഇരിക്കും. അപ്പോ എനിക്കിതിൽ പറയാനുള്ളത്, ഈ വ്ളോഗുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ താഴെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈമാന്റെ അതിഗംഭീരമായ പെർഫോമൻസ് കൊണ്ട് ഒരുപാട് ഓഫറുകൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ഇപ്പോഴേ വെച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും എല്ലാവരുടെ ആശീർവാദവും ഇതുകളും കൊടുക്കുക. ഫ്യൂച്ചർ എൻഡവേഴ്സിന് രണ്ടുപേരും ഇനി PGയും അതുപോലെ തന്നെ പുതിയ പഠനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുള്ള അതെ അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നന്നായിട്ട് പഠിക്കുക. പുതിയ സ്ഥലമാണ്, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി നമ്മളെ അതെ ഒരു കാന്തം പോലെ ഇങ്ങനെ ആകർഷിക്കും. അപ്പൊ എന്തായാലും രണ്ടുപേരും നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇത് ഭയങ്കര വലിയ കണ്ടന്റ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ തുറന്നിച്ചിരിക്കാനും കുറച്ചധികം വിവരം കണ്ട് തിരഞ്ഞെടുത്ത് വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ആക്ച്വലി ഇവളുടെ അടുത്തോട്ട് വരുമ്പോൾ എൻ്റെ ബ്രെയിൻ ഞാൻ എടപ്പള്ളി സിഗ്നലിൽ വെച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ് കളക്ട് ചെയ്യുക. അപ്പം അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ പ്രസ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ വീഡിയോസ് കാണണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പം എന്തായാലും ഞാനിത് ഭയങ്കര ഇഷ്ടമുള്ളതോട് തമാശ ഇതൊക്കെ പറയുന്നത് ഭയങ്കര മൈൻഡ്ഫുൾനെസ് കിട്ടുന്നുണ്ട്. അപ്പം എന്തായാലും അത്രയൊക്കെ തന്നെ. അപ്പം എന്തായാലും ഞങ്ങൾ ബ്ലോഗിലൂടെ വൈകിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. ഓക്കെ. അപ്പം അങ്ങനെ നിന്റെ ബ്ലോഗിലൂടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, പര്യവസാനിപ്പിക്കുകയാണ്.